ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ താണ്ടി ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന മറ്റൊരു തുരുത്താണ് വാർദ്ധക്യം. അതിനെ തടഞ്ഞു നിർത്താനോ വേണ്ടെന്ന് വയ്ക്കാനോ ആർക്കും കഴിയുകയില്ല. ഇന്നിന്റെ യുവജനമേ ഓർക്കുക, വൃദ്ധരായ മാതാപിതാക്കൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. പ്രായമായവരെ ഉപേക്ഷിച്ച് കടമകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിക്കുന്ന ഒരു തലമുറയാണ് ഇന്നിന്റെ ശാപം. വയോജനങ്ങളോടുള്ള സമൂഹത്തിന്റെ മാറ്റങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന ഒരു ലഘുനാടകം കറിയാക്കറിയാന്ന് മറിയാക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മതാധ്യാപകർ സാദരം കാഴ്ചവെക്കുന്നു. എന്റെ പേര് കറിയ, ഇതെന്റെ ഭാര്യ മറിയ. കറിയായ്ക്കും 4 മക്കളുണ്ടായിരുന്നു. പുലിക്കുട്ടന്മാരെ പോലുള്ള 4 മക്കൾ. സ്നേഹവാത്സല്യത്തോടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി ഞങ്ങൾ അവരെ വളർത്തി. ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരുമാക്കി. മൂത്ത മകൻ അപ്പച്ചൻകുട്ടി, രണ്ടാമത്തെ മകൻ വർഗീസൂട്ടി, മൂന്നാമൻ ജോസൂട്ടി, 4ാമത്തെ മകൻ ദൈവവിളി കേട്ടുപോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വൈദികനുമായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. സ്വത്ത് വേണം. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഒരിക്കൽ സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കിയോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നുകൊണ്ട് ഒരു തീരുമാനവും ആകില്ല. തോമസ് കുട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ ഒരുക്കോളുന്നു. ഞങ്ങളും അതിന് തന്നെയാണ് വന്നേക്കണത്. ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരുണ്ടല്ലോ, 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കിയാ പ്രശ്നം തീർന്നില്ലേ? ശരി, സമ്മതിച്ച്. വാ അപ്പച്ച, അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോവാ. എന്ത് വേണം? അപ്പന്റെ കണ്ണടയുടെ ചില്ല് 2 പൊട്ടിയടാ. ഒന്ന് മാറത്താടാ, എന്തെങ്കിലും ഒന്ന് വായിക്കാനാ. പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ? അവിടെ വല്ലയിടത്തും പോയി അടങ്ങി വന്നിരിക്കപ്പ. ഒരു വായനക്കാരൻ വന്നിരിക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ച് ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കനും മുതുക്കി മുന്നിക്കാ കുത്തിരിക്കണ. അകത്തോട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയൽ കാണണം. മറിയേ, എന്തോ? ജീവിതത്തില് ഒരുപാട് സന്തോഷിച്ചവനാടി ഞാൻ. നിന്റെയും എന്റെയും ഈ ജീവിതത്തിനിടയില് നക്ഷത്രങ്ങളായി പേരിറങ്ങിയ നന്മകളായിരുന്നു നമ്മുടെ പൊന്നോമനകൾ. ആ മക്കള് ആവതില്ലാത്ത കാലം വന്നപ്പോ പുറങ്കാലിൽ തൊഴുക്കുക, മുഖത്ത് കാലത്തുപ്പഴ. കർത്താവേ, സഹിക്കുക, ഒന്ന് വിളിച്ചൂടെ നിനക്ക്? ഇവിടെ വന്നപ്പോ മുതൽ തുടങ്ങിയ വഴക്ക. ഇതിങ്ങനെ പോയാ എന്താ ഒരു തീരുമാനം? ഇന്നും കൂടി കഴിഞ്ഞ നമുക്ക് ഇവിടുന്ന് പോകാം.
പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഓടിക്കാൻ ഭാര്യയും ഭർത്താവും വഴക്കിട്ട കഥ. ആ മക്കളെ കണ്ടും മാമു കണ്ടും ഒരിക്കരുതെന്ന കാരണന്മാര് പറയണത്. മറിയേ, നീ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ജീവിതാന്തം വരെ ഒരു ഓർമ്മപടിയായി താനും തണലുമായി ഞാനുണ്ടാകും. 4 മക്കൾ കണ്ണുമ്പിൽ ജീവിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വയ്യടി. വേഗം നടന്നോടി, വേഗം നടന്നു. സൂര്യന്റെ ദുഃഖം വിട പറയുമ്പോൾ അമ്മക്കുട്ടി, ഡോണ്ടു ഞാൻ പറഞ്ഞത് നീ മറന്നോ? ഗോ ഇൻസൈഡ്. എന്താ മോളെ, എന്താ കാര്യം? കാര്യം എന്താണെന്ന് ഞാൻ തന്തയോട് പറഞ്ഞിട്ട് വേണോ? ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും. ഡേർട്ടി ഫെല്ലോസ്. മോളെ, അപ്പന് മാറാരോഗമൊന്നുമില്ല, സാധാരണ ചുമയാ. അത് മാറിക്കൊള്ളും. മാറിക്കോളും. കുഴിയിൽ വെക്കണം. ഇവിടെ ഇരിക്കാണോ? അകത്തേക്ക് കയറിപ്പോ. എന്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് അവർ കാണണ്ട. കയറിപ്പോ. എന്താടാ, ഞങ്ങൾ അവര് കണ്ടാൽ കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവർ വലിയ ആൾക്കാരാന്ന്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പറ്റൂല. അവരെന്താടാ, മനുഷ്യന്മാരല്ലേ? അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ? ഓ, ഇതാ കുഴപ്പം. വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് അപ്പ ഒന്ന് അകത്തേക്ക് കേൾപ്പോ. ആരാ പോയത്? അപ്പനും അമ്മയാ? ശേഷം അല്ലല്ല, അത് ഇവിടുത്തെ സർവന്റിന്റെ അപ്പനും അമ്മയല്ലേ. എന്റെ ഡാഡിയും മമ്മിയും അമേരിക്കയിലാ. ദ്രോഹി, സ്വന്തം അപ്പനെയും അമ്മയും ജീവനോടെ കല്ലറയിലടക്കം കൊതികൊണ്ട് നിൽക്കുന്ന മൃഗമേ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താടാ? ഇത് കണ്ടോ നീ? ഇടനെഞ്ചിന്റെ കോണിൽ മായ്ക്കാനാവാത്ത വിധം കോറിയിട്ടൊരു സത്യ. നീയൊക്കെ ജനിച്ചു വീണ അന്ന് തൊട്ട് ഇന്നു വരെ നിന്നെയൊക്കെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കിരുന്ന് നിർവൃതി കൊണ്ടിട്ടുണ്ട്. ഇത് കണ്ടോടാ നിന്റെ പെറ്റത്തള്ള. ദേ, ഈ കണ്ണിലോട് കൊടുക്കുന്നത് കണ്ണീരല്ല, ചോരയാ ചോര. 10 മാസം ചുമന്നും നൊന്ത് പറ്റി വയറ്റിലാണല്ലോടാ മൃഗമേ നീ ചവിട്ടിയത്. ഇനി ഞങ്ങളിവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. വാടിയും അറിയാമേ. വാ പോകാം നമുക്ക്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും. അപ്പച്ചനും അമ്മച്ചി ചായ കുടിക്കും. എന്ത് പറ്റിയെന്തോ ഇന്ന് ആരെയും കണ്ടില്ല. ഞങ്ങള് രാവിലെ മുതല് പള്ളിമുറ്റത്ത് ഇരിക്കണതാ. ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരെ ഒന്ന് പോയി. ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചാ ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. നിങ്ങളെല്ലാവരും എല്ലാം സമ്മതിച്ചു പോയതല്ലേ? എന്നിട്ടെന്താ അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നത്? ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം കൃത്യമായി നോക്കിയതാണ്. ഇന്ന് എന്റെ ദിവസമല്ല. ഞാനും കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം നോക്കി. ഇന്ന് എന്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയണത്? കഴിഞ്ഞ 10 ദിവസം ഇവർ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ടാത്ത അനാഥരാണ്. അപ്പനെയും അമ്മയെയും 10 ദിവസം നോക്കാൻ വീതിച്ചപ്പോ ഈ 31-ാം തീയതി മറന്നു. കഷ്ടം.
തോമസ് കുട്ടി, നീ വിഷമിക്കണ്ട മോനെ. നീ വിചാരിച്ച ഞങ്ങളെ വല്ല അനാഥാലയത്തിലും ആക്കാൻ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ചനും അമ്മച്ചിനെയും കണ്ണീരിന്റെ വില? ഒരിക്കൽ നിങ്ങൾ ഈ കണ്ണീരിന് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങളും പ്രായമാവും. എന്നും ഇങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തോമസ് കുട്ടി, അവരെ വഴക്ക് പറയണ്ട. അവരുടെ മനസ്സ് വിഷമിക്കും. വാ, നമുക്ക് പോകാം. അപ്പച്ചനമ്മച്ചി അനാഥാലയത്തിലൊന്നും പോകണ്ട, എന്റെ വീട്ടിലേക്ക് പോരി. എന്തിന്? നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാനോ? അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാനോ? അതോ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞെക്കാനോ? വളർത്തുമൃഗത്തോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും കാണിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഇവരോട്? വേണ്ട മോനെ, വേണ്ട, ഒന്നും പറയണ്ട. ഇവിടെ കൂടെ ഞങ്ങളെ വിടല്ലേ. എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന ഒരു ആക്ട് ഉണ്ട്. അതുപ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാന്തയിൽ കിടന്ന് നരങ്ങും, ശിക്ഷയും കിട്ടും. വേണ്ട മോനെ, വേണ്ട. കേസ് കൊടുത്തു നേടേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കന്മാർ. അതിനാൽ സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സൗഹൃദത്തിന്റെയും സന്മാതൃകകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ. അപ്പോൾ നാളെയുടെ പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ കുടുംബം